വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്ന സ്കൂട്ടറുകളുടെ രാജാവാണ് ആക്റ്റീവായ 20ലേറെ വർഷങ്ങൾ. അപ്പോൾ ആക്റ്റീവ ഇറങ്ങിയിട്ട് 20 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പം ആക്റ്റീവ 125 ആണ് നമ്മുടെ അടുത്തുള്ളത്. 125 ഇറങ്ങിയിട്ട് 2014 ഒരു പവർ കൂടിയ ഒരു എഞ്ചിനോട് കൂടി ആക്റ്റീവ 125നെ ഹോണ്ട അവതരിപ്പിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 109 cc 110 cc എന്നൊക്കെ നമ്മൾ പറയുന്നത് 109 cc ആക്റ്റീവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഒരു 6th ജനറേഷനിൽ വന്ന് എത്തി നിൽക്കുകയാണ്. അപ്പോൾ 20 വർഷത്തിന് മേലെ ആക്റ്റീവ് ഇറങ്ങിയിട്ട്. ഫസ്റ്റ് ജനറേഷൻ ആക്റ്റീവ് ഇറങ്ങുന്നത് 2001 2014 ഹോണ്ട ആക്റ്റീവ 125 അവതരിപ്പിക്കുന്നത്. എനിക്കൊന്ന് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ജനറേഷനൊക്കെ ആയിട്ട് വരുമെന്ന് തോന്നുന്നു. ഇത് ആക്റ്റീവ 125 bs6 ആണ്. ആക്റ്റീവയുടെ ചേട്ടനാണ്. അപ്പോൾ ആക്റ്റീവയെ പറ്റി പറയാനാണെങ്കിൽ എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ആക്റ്റീവ ഹോണ്ടയുടെ ഒരു സക്സസർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം ഇന്ത്യാസ് നമ്പർ 1 സെല്ലിംഗ് സ്കൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആക്റ്റീവ തന്നെയാണ്. കാരണം ആക്റ്റീവയുടെ സെയിലിനെ പൊട്ടിക്കാൻ ഒരു വണ്ടിക്കും ആയിട്ടില്ല. കാരണം പല വാഹനങ്ങളും ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. പല കമ്പനികളും ഫീച്ചറുകൾ കൊണ്ട് ആറാടുകയാണ്, അമ്മാനമാടുകയാണെന്നൊക്കെ പറയാം. പക്ഷേ ഈ ഹോണ്ടയുടെ വണ്ടികൾക്ക് ആക്റ്റീവയ്ക്കൊന്നും വലിയധികം ഫീച്ചറുകളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ആ നോർമൽ ഇതില്ല. ഇപ്പോഴൊക്കെയാണ് കുറച്ചുകൂടി അപ്ഗ്രേഡൊക്കെ ഈ അലോയ് വീൽസും ഈ ടെലസ്കോപ്പി ഷോക്കൊക്കെ വന്നിട്ട് വലിയ കാലങ്ങളൊന്നും ആയിട്ടില്ല. എന്നാലും ഇപ്പോൾ ഈ വണ്ടിയിൽ പോലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഹോണ്ട ആക്റ്റീവ തന്നെയാണ് ഇന്ത്യാസ് നമ്പർ 1 സെല്ലിംഗ് സ്കൂട്ടർ. അപ്പം അതൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പോകപ്പോടെ പറയാം. അപ്പം ഫസ്റ്റ് ഞാൻ ഈ ഒരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം എന്താ പറയുക, ഈ സൈഡിൽ തന്നെ ക്രോം ഫിനിഷിങ്ങിൽ ആക്റ്റീവ 125 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ലുക്കൊക്കെ കണ്ടോ, ആക്റ്റീവേനെ ഒന്ന് വലിച്ച് നീട്ടിയ പോലെ ഉണ്ട്. നോർമൽ ആക്റ്റീവേനെ വലിച്ച് നീട്ടിയ പോലെ ഉണ്ട്. അല്പം ഹൈറ്റ് കൂടണം. നല്ലൊരു സ്പോർട്ടി ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽസ് ആണ് വരുന്നത്. ബാക്കിൽ അലോയ് വീലാണ്. ട്യൂബ്ലെസ് ടയറാണ്. 10 ഇഞ്ചിൻ്റെ ടയറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 12 ഇഞ്ചിൻ്റെ ഹോണ്ടയുടെ വണ്ടികളിലൊക്കെ അങ്ങനെയാണ്. ഫ്രണ്ടിൽ ഇച്ചിരി വലുപ്പം കൂടിയും പുറകിൽ അങ്ങനെയാണ്. ഫ്രണ്ടിൽ 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസും അതുപോലെ തന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷനും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റർ, ടെയിൽ ലൈറ്റ് അതൊക്കെ ഹാലജൻ തന്നെയാണ് കേട്ടോ. ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ ഹാലജൻ തന്നെയാണ്. LED ഒന്നും വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ അകത്ത് ആക്റ്റീവ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ആക്റ്റീവ 125 എന്ന് ക്രോം ഫിനിഷിൻ്റെ കൊടുത്തിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ്സ് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല മികച്ച പ്രകാശം തരുന്ന തരത്തിലുള്ള ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിൻ്റെ സൈഡിലൊരു DRL കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇവിടെ നടുക്കൊരു ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഡ്കാർഡിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്ലാപ്പ് പോലെ സാധനം കൊടുത്തിട്ടുണ്ട്. അല്ല തട്ടമുട്ട ഇതൊക്കെ മെറ്റലാണ് കേട്ടോ. ഈ ബോഡി മെറ്റലാണ്, എല്ലാ ബോഡി മെറ്റലാണ്. അതുകൊണ്ട് വണ്ടി അല്പം വെയിറ്റ് ഉണ്ട്. 109 കിലോ ആണ് വണ്ടിയുടെ ഒരു വെയിറ്റ് വരുന്നത്. പിന്നെ ഫ്യൂവൽ ടാങ്കിൻ്റെ ലിഡൊക്കെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടി ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് മുകളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ ടാങ്ക് എക്സ്റ്റേണലി ഓപ്പൺ ചെയ്ത് പെട്രോൾ അടിക്കാം. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി സീറ്റ് തുറക്കേണ്ട കാര്യമില്ല. അത് താഴത്തോട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ സീറ്റ് തുറക്കാം. ഒരു 18 ലിറ്ററിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഒരു ഹെൽമെറ്റൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ടാങ്ക് ഇവിടെ വരുന്നതുകൊണ്ടാണ്, ഇത്രയും ടാങ്കിൻ്റെ പോർഷനാണ്. അതുകൊണ്ട് സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ അല്പം കുറവാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് ഫോണൊക്കെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഫോൺ ഇങ്ങനെ ഇറക്കി വെക്കുകയാണെങ്കിൽ അതിനകത്ത് ചാർജർ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഫോൺ വെക്കാം. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹുക്ക് ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇതിൻ്റെ അത് അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ തൂക്കിയിടാം. പിന്നെ എന്താ പറയുക, നല്ല ഫ്ലാറ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇവിടെ. ആക്റ്റീവ 125 bs6 എന്ന മാറ്റിൽ എഴുതിയിട്ടുണ്ട്. കണ്ടിടത്തോളം ഗ്യാസ് കുറ്റി വെക്കാം. ഈ ഗ്യാസ് കുറ്റിക്ക് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ നമുക്ക് എല്ലാ വണ്ടിയിലും വെക്കാൻ തോന്നും. പക്ഷേ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ്, പക്ഷേ കണ്ടിടത്ത് എനിക്ക് വെക്കാനാണ്. ആക്റ്റീവ വെക്കാനാണ്. 125 ഞാൻ വെച്ച് കണ്ടിട്ടില്ല. അത് അങ്ങനെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. പിന്നെ ഈ ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നതുകൊണ്ടാണ് കേട്ടോ വണ്ടിക്ക് അല്പം ഹൈറ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് അല്പം ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും മികച്ച വണ്ടി തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫീച്ചറിനൊന്നും അധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ കാലത്തിൻ്റെതായ മാറ്റം എന്ന് പറഞ്ഞ പോലെ ഡിസ്ക് ബ്രേക്ക് 125 ഇറങ്ങിയ കാലം തൊട്ടുണ്ട്. ഇതിൻ്റെ ഡ്രം വേരിയൻറ്റും ഉണ്ട്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിൽ സാധാ നമ്മുടെ ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രം ബ്രേക്സ് തന്നെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ബ്രേക്കൊക്കെ പിടിച്ച് കാണിക്കാൻ നിൽക്കുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിച്ചസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ നോർമൽ സ്റ്റാർട്ടിങ് സ്വിച്ച് വരുന്നത്. അത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ സ്റ്റാർട്ടാക്കാനും, അതുപോലെ തന്നെ ഓട്ടോ സ്റ്റോപ്പ്, ഓട്ടോ സ്റ്റാർട്ട്, അതായത് നമ്മൾ ബ്ലോക്കിലൊക്കെ പോകുമ്പോൾ തന്നെ നിന്ന് പോകുന്ന ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടി ആ ഒരു ടെക്നോളജി, അല്ലാതെ എഞ്ചിൻ കില്ലല്ല. അതെല്ലാം കൂടി ഒറ്റ സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പാസ്, ഡിമ്മ്, ബ്രൈറ്റ് പാസും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ, ഹോൺ, ഇത്രയേ ഉള്ളൂ സ്വിച്ചസ്. പിന്നെ സ്പീഡോമീറ്ററിലോട്ട് പോവുകയാണെങ്കിലും തുറന്ന് കഴിയുമ്പോൾ ഇവിടെ ഇക്കോ കാണിക്കുന്നുണ്ട്. നമ്മളൊരു നോർമൽ സ്പീഡിൽ പോകുകയാണെങ്കിൽ എക്കോയുടെ ലൈറ്റ് കളിയും. പിന്നെ ഈ ഓട്ടോ സ്റ്റോപ്പിൻ്റെ ലൈറ്റ് ഇവിടെ കണ്ടോ, അത് കത്തി കിടക്കും അത് ഓണാണെങ്കിൽ. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ്റെ ലൈറ്റുണ്ട്. പിന്നെ ടോട്ടൽ കിലോമീറ്റർ അതുപോലെ കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ കാണിക്കുന്നുണ്ട്, ട്രിപ്പുണ്ട്, ടൈമുണ്ട്. പിന്നെ
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എത്ര മൈലേജ് കിട്ടുന്നത്. ഇതിന് 55.4 കിട്ടുന്നുണ്ട്. 60ഒക്കെയാണ് കമ്പനി പറയുന്നത്. 125 ആയതുകൊണ്ട് തന്നെ 55.4 മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് റേഞ്ച് കാണിക്കുന്നത്. ഇപ്പോൾ ഉള്ള പെട്രോൾ ഇനി എന്തേലും ഓടും 100 കിലോമീറ്റർ ഓടുന്നത്. പക്ഷേ ഇതൊന്നും വെച്ചിട്ട് നമ്മൾ ഓടിക്കില്ല കേട്ടോ. ഏറെക്കുറെയൊക്കെയാണ് കാണിക്കുന്നത്. എന്നാലും 100 കിലോമീറ്റർ കൂടി ഇനി ഓടുന്നതാണ് കാണിക്കുന്നത്. പിന്നെ എന്താ പറയുക, PGMFI ഫ്യൂൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പീഡോമീറ്ററിലൊക്കെ ഉള്ളത് കാര്യങ്ങൾ. ബാക്കിയെല്ലാം നോർമൽ തന്നെ. ഇനിയിപ്പോൾ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാം നിങ്ങളടുത്ത്. ഇനി നമ്മൾ വണ്ടി ഓടിക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 123.97 cc എഞ്ചിനാണ്. അത് 125 cc എന്ന് റൗണ്ട് ചെയ്ത് പറയുന്നതേ. അതിൽ 8.29 PS പവർ, 6500 RPM, അതുപോലെ 10.3 Nm ടോർക്ക്, 5000 RPM തരുന്ന ഒരു എഞ്ചിൻ. അപ്പോൾ ഒരു ലീനിയർ എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പവർഫുൾ എഞ്ചിൻ. ഇപ്പം നമ്മുടെ എൻഡോർക്കൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതുപോലത്തെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിനല്ല. പവറും മൈലേജും ഒരുപോലെ അരച്ച് കലക്കി തരുന്ന ഒരു എഞ്ചിൻ. പിന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടോ. ടാങ്ക് 5.3 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഒരു ഹൈറ്റ്, ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിയിലുണ്ട്. ഹൈറ്റൊക്കെ ഒരു 1170 വരും വണ്ടിയുടെ ഒരു 1850 മില്ലിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. ഒരു 1170 വണ്ടിയുടെ ഒരു സീറ്റിൻ്റെ ലെങ്ത് വരുന്നത്. വീൽ ബേസ് ഒക്കെ പൊതുവേ ഇത്തിരി കൂടുതലാണ്, ലെങ്തും കൂടുതലാണ്. ഒരു 162 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പം പൊക്കവും നീളവും ഒക്കെ സാധാ ആക്റ്റീവ് അപേക്ഷിച്ച് ഇച്ചിരി കൂടുതലാണ്. പിന്നെ ലുക്കൊക്കെ അടിപൊളിയാണ്. അവിടെ ഒരു സ്പോർട്ടി ലുക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി കയറാം. ഇനി വണ്ടിയിലോട്ട് കയറി നമുക്ക് ഓടിക്കാം. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് എടുത്താലേ ഓടത്തുള്ളൂ. സൈഡ് സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടാവുമെന്ന് നോക്കാം. സ്റ്റാർട്ടാകത്തില്ല കണ്ടോ. സൈഡ് സ്റ്റാൻഡ് എടുത്തു, ബ്രേക്ക് പിടിക്കുന്നു, സ്റ്റാർട്ടായി. സൈഡ് സ്റ്റാൻഡ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. വണ്ടി ഓഫായി. അപ്പോൾ ആ ഒരു ടെക്നിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുന്നു, സ്റ്റാർട്ടാക്കുന്നു. നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങാം. ക്യാമറ വെച്ചിട്ട് പിടിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും വേണ്ടില്ല, നമുക്ക് ഇറങ്ങാം. വണ്ടി അല്പം ഹെവിയാണ് കേട്ടോ. 150 കിലോ ഉള്ളതെന്ന് പറഞ്ഞാലും വണ്ടി എന്താ 150 കിലോ ഉള്ളതല്ല, 150 കിലോ ഉണ്ട്. 109 കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. മെറ്റൽ പാർട്ടായതുകൊണ്ട് തന്നെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി ഫ്രണ്ടിൽ നിന്ന് നല്ലൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ടെലസ്കോപ്പിക് സസ്പെൻഷൻ്റെ ഫ്രണ്ടിൽ 12 ഇഞ്ച് ടയറിൻ്റെയൊക്കെ ഒരു ഹെവി വണ്ടി ഓടിക്കുന്ന പോലെ. പിന്നെ ഒരു ചെറിയൊരു വിൻഷീൽഡ് പോലെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോഡിലോട്ട് ഇറങ്ങാം. ആദ്യം ചെന്ന് ചാടുന്നത് പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിലാകാമായിരുന്നു മതിയായിരുന്നു. ഓടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എക്സൈറ്റ് പോകും. ഓക്കെ. അപ്പോൾ നമ്മൾ റോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ക്യാമറയൊക്കെ പൊസിഷനൊക്കെ കറക്റ്റാണോ എന്ന് പോലും അറിയത്തില്ല. ഓക്കെ. അപ്പം ആദ്യം കണ്ടോ, ഇത് കയറ്റമാണ്, ലാഗാണ് വണ്ടിക്ക്. ബോട്ടമെൻ്റാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് തുടങ്ങുന്നത് കേട്ടോ. ബോട്ടമെൻ്റ് അല്ല, മിഡ് റേഞ്ച് സോറി കേട്ടോ, എനിക്ക് തെറ്റിപ്പോയാണ്. മിഡ് റേഞ്ചിലാണ് ഒരു പെർഫോമൻസ്. ബോട്ടമെൻ്റ് പെർഫോമൻസ് വളരെ ലാഗാണ്. ഇത് കണ്ടോ, ഫുള്ള് പിരിച്ചു പിടിച്ചേക്കാണ്. ലാഗാണ്. ലാഗ് കഴിഞ്ഞിട്ടാണ് ഒരു പെർഫോമൻസ് തുടങ്ങുന്നത് വണ്ടിയുടെ. ബോട്ടമെൻറ്റിൽ പെർഫോമൻസ് തീരെ കുറവാണ്. കയറ്റമൊക്കെ കയറാൻ മടിയാണോ എന്ന് ചോദിച്ചാൽ മടിയല്ല, ഒരു ലാഗുണ്ട്, പക്ഷേ കയറും. 10.3 Nm ടോർക്കുണ്ട്, 8.29 PS പവറും ഉണ്ട്. പക്ഷേ ഒരു ലാഗുണ്ട്. തുടക്കത്തിൽ നല്ല ലാഗാണ്. ഇതുകൊണ്ടോ, ഈ ലാഗ് കഴിഞ്ഞിട്ടാണ് വണ്ടി കയറുന്നത്. ബോട്ടമെൻറ്റിൽ പെർഫോമൻസ് കുറവാണ്. പക്ഷേ ഒരു മിഡ് റേഞ്ചിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതുണ്ട്, കൊളുത്തി അങ്ങ് കയറും. മറ്റേ തീയൊക്കെ കത്തിച്ച് ഇങ്ങനെ കത്തി കയറി വരുന്ന പോലെയാണ്. കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ കണ്ടോ നീറി നിൽക്കും കണ്ടോ. 60, 70 നിന്ന നിപ്പിലാണ്. ബോട്ടം ഒരു മിഡ് റേഞ്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പവർ നല്ല രീതിയിൽ പെർഫോമൻസ് കൂടും. പക്ഷേ എന്താ പറയുക, ബോട്ടമെൻറ്റ് ഭയങ്കര ലാഗാണ്. പിന്നെ ടോപ്പ് എൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റേ റേസ് പിടിക്കുന്ന വണ്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് 90 വരെയൊക്കെ കയറുമായിരിക്കും. അത്രയും സ്പീഡൊന്നും എടുക്കുന്നില്ല, പുതിയ വണ്ടിയാണ്. പിന്നെ ഇതുണ്ടോ, നോർമലി പോകുമ്പോൾ എക്കോ എന്നിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോ സ്റ്റാർട്ട്, ഓട്ടോ സ്റ്റോപ്പിൻ്റെ അത് കാണാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തി കാണിക്കാം. വണ്ടി ഇവിടെ നമ്മൾ ചുമ്മാ ഒന്ന് സൈഡിൽ നിർത്തി, സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഓട്ടോ സ്റ്റാർട്ട് അത് ഓണാണ്, സംഭവം ഓണിലാണ് കിടക്കുന്നത്. കൊണ്ട് ഓഫായി പോയി. ജസ്റ്റ് ആക്സിലേറ്റർ ട്വിസ്റ്റ് ചെയ്തോളൂ, വണ്ടി സ്റ്റാർട്ടായി. ബ്രേക്കൊന്നും പിടിക്കണം, ചുമ്മാ ട്വിസ്റ്റ് ചെയ്തോളൂ, സ്റ്റാർട്ടായി. പിന്നെ ഈ ഒരു ടെക്നോളജി വേണ്ട എന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഓഫാക്കിയിടാം. അപ്പോൾ ആ ഒരു ലൈറ്റ് അവിടെ ഓഫായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു സാധനം വർക്കാകത്തില്ല. പിന്നെ എന്താ പറയുക, വേറെ ഒന്നുമില്ല, നത്തിങ് സ്പെഷ്യൽ എന്ന് അങ്ങനെ തന്നെ പറയുമ്പോൾ. കാര്യം നോർമലാണ്. അനലോഗ് സ്പീഡോമീറ്ററാണ്. ഡിജിറ്റലായിട്ട് വരുന്ന ടൈമും അതുപോലെ ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫ്യൂവലിൻ്റെ ഇതൊക്കെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എഡീഷൻ എന്ന് പറഞ്ഞ വണ്ടി വരുന്നുണ്ട്. അതിലിതുണ്ടോ എന്ന്, അതിലും വലിയ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു 6 കളറിൽ വരുന്നുണ്ട് വണ്ടി. ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വൈൻ റെഡ് ആണ്, ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 1,11,000 രൂപയോളം വരും. ഓൺ റോഡ് എല്ലാം കൂടെ, ടാക്സും ഇൻഷുറൻസ് എല്ലാം കൂടെ അടച്ചു വരുമ്പോഴത്തേക്കും വണ്ടിയുടെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 20,000 രൂപയ്ക്ക് ഒരു ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ ഒരു 3,000 സംതിങ് രൂപയ്ക്ക് വണ്ടി ഇറക്കാം.
പിന്നെ എന്താണ് ആക്റ്റീവയിൽ സ്പെഷ്യലായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്റ്റീവ തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യാസ് നമ്പർ 1 സെല്ലിംഗ് സ്കൂട്ടറായിട്ട് ഇപ്പോഴും ഇത് തുടരുകയാണ്. ഇതിൽ എന്താണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ പറയുന്നത് അമ്മേ പോലീസ്, നമ്മളിപ്പോൾ പോലീസ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതുവഴി കയറിപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഈ വഴി എങ്ങോട്ടാണെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ ഭഗവാനെ, ഏതെങ്കിലും വഴി ചെന്ന് ചാടിക്കണേ. ആ വഴി പോലീസ് കാണുമെന്ന് എനിക്ക് ഏറെക്കുറെ ധാരണ ഉണ്ടായിരുന്നു. ആ സാരമില്ല, അവിടെ പോയി പിടിച്ചു കഴിഞ്ഞാൽ നല്ല തുക അടിച്ചു തരും. ഇപ്പോൾ പോകാതെ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്പറൊക്കെ കണ്ടിട്ടാണെങ്കിൽ വല്ല ബൈനോക്കുലറും വെച്ച് നോക്കിയോന്ന് അറിയത്തില്ല. ഇൻഡിക്കേറ്ററൊക്കെ വർക്കാവുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, പോലീസുകാരെ കാണുമ്പോൾ ഒരു ആന്തൽ. ഈ ക്യാമറ ഉള്ളതുകൊണ്ടാണ് കേട്ടോ, എല്ലാവരും നമ്മളങ്ങ് ഓടിച്ചു പോകാനെ. ഈ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം പറയാം. ആക്റ്റീവ എന്താ പറയുക, ചില ആളുകൾ പറയുന്നത് ഹോണ്ടയുടെ എൻജിൻ, ഹോണ്ടയുടെ വണ്ടി, ഹോണ്ട നല്ല മികച്ച എൻജിനുള്ള വണ്ടിയാണ്, ഹോണ്ടയുടെ അത്രയും ക്വാളിറ്റി ഇല്ല, ബിൽഡ് ക്വാളിറ്റി വേറെ കമ്പനികൾക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ വണ്ടിക്ക് നല്ല സെയിൽ വരുന്നുണ്ട്. പിന്നെ ചില ആളുകൾ പറയുന്നത് ഹോണ്ടയുടെ വണ്ടിയാണെങ്കിൽ റീസെയിൽ വാല്യൂ കിട്ടും. അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ, സത്യസന്ധമായ കാര്യമാണ്. ഹോണ്ടയുടെ വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഉണ്ട്. ഹോണ്ടയുടെ വണ്ടി ഇപ്പോൾ ആക്റ്റീവയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിൽക്കാനാണെങ്കിൽ നമുക്ക് നല്ലൊരു വില കിട്ടും. അപ്പോൾ മറ്റ് വണ്ടികൾക്ക് റീസെയിൽ വാല്യൂ അത്ര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഹോണ്ട ആണെങ്കിൽ ഒരു ഗ്യാരണ്ടിയാണ്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പഴയ ഹോണ്ടയല്ല, ആ ഹോണ്ടയുടെ എൻജിനല്ല ഇപ്പോൾ വരുന്നത്, അത്ര മികച്ച എൻജിനൊന്നുമല്ല, പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. എന്നിരുന്നാലും ഹോണ്ട തന്നെയാണ്. പോലീസുകാരെ കണ്ട തന്നെ ടെൻഷനാണ് കേട്ടോ, ഡയലോഗ് പോലും വരുന്നില്ല. പിന്നെ എന്താ പറയുക, ഫീച്ചറൊന്നും ഇല്ലാണ്ട് ഇത്രയും വണ്ടി സെയിലാകാൻ കാര്യം, ഒന്നാമത്തെ കേസ് നമ്മളിപ്പോൾ മാരുതിയുടെ കാർ എടുക്കാം. അപ്പോൾ ഇന്ത്യക്കാർ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു അഫോർഡബിൾ പ്രൈസിൽ മൈലേജും കാര്യങ്ങളും പാർട്സും എല്ലാം കിട്ടുന്ന ഒരു കാർ കണ്ടത് മാരുതി ആയതുകൊണ്ടാണ് തോന്നുന്നു. എവിടെ പോയാലും സർവീസ് ഉണ്ട്, എവിടെ പോയാലും പാർട്സ് അവൈലബിൾ ആണ്, റീസെയിൽ വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും മാരുതി ഇപ്പോഴും നല്ല ഹിറ്റായി. അതുപോലെ തന്നെയാണ് ഒരു സ്കൂട്ടർ തരംഗം കൊണ്ടുവന്നത് ആക്റ്റീവയാണ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം ഒരുപക്ഷെ. കാരണം ആദ്യകാലത്ത് നമ്മളൊരു കൈനറ്റിക് ഹോണ്ട ആയിരുന്നു, പിന്നെ ആക്റ്റീവ ഇറങ്ങി. അപ്പോൾ ആക്റ്റീവ സ്കൂട്ടർ കണ്ടു കഴിഞ്ഞിട്ട് ആണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ കാണുന്നത്. ആക്റ്റീവയുടെ തരംഗം അല്ലെങ്കിൽ ആ ഒരു ഹിറ്റിന് ശേഷമാണ് അതിന് ആ ഒരു വിജയം കണ്ട് അതിൽ അസൂയ പൂണ്ടാണ് മറ്റ് കമ്പനികൾ പല വണ്ടികളും ഇറക്കിയത് എന്ന് വേണമെങ്കിൽ പോലും പറയാം. കാര്യം ആക്റ്റീവ തന്നെയാണ് സ്റ്റാർ. അതുകൊണ്ട് ആദ്യം കണ്ടതിനോടുള്ളൊരു സ്നേഹമാകാം, അല്ലെങ്കിൽ ആദ്യം ഒരു നല്ല ക്വാളിറ്റിയിലുള്ളൊരു സാധനം കിട്ടി, നമ്മളത് ഇഷ്ടപ്പെട്ടു, പിന്നെ ഒരു മൗത്ത് പബ്ലിസിറ്റി നല്ലതാണ്. അപ്പോൾ ആരോട് ചോദിച്ചാൽ ആക്റ്റീവ് എടുക്കാനേ പറയുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, മറ്റ് കമ്പനികളൊക്കെ ഒരുപാട് ഫീച്ചറുകൾ അമ്മാനം പാടുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ത്യസ് നമ്പർ 1 സെല്ലിംഗ് സ്കൂട്ടർ ആക്റ്റീവ് തന്നെയാണ്. ഫീച്ചറൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഹോണ്ടയുടെ എൻജിനും ഉണ്ട്, ഹോണ്ട വണ്ടിയുണ്ട്, അത് മതി, ഞങ്ങളെ വണ്ടി വാങ്ങാൻ ഇവിടെ ആൾ ക്യൂ എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഹോണ്ട. ഇപ്പോൾ ഹോണ്ടയുടെ വണ്ടിക്ക് ഇപ്പോൾ ഹോണ്ടയുടെ ഫീച്ചറൊന്നും ഇല്ല, ചുമ്മാ എൻജിൻ മാത്രമേ, ഞങ്ങളുടെ എൻജിനാണ് മെയിൻ എന്നുള്ള സെറ്റപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വണ്ടി കടന്നങ്ങ് ഓടിക്കോളും, കുറേ കാലം കടന്നങ്ങ് ഓടിക്കോളും. നല്ല എന്താ പറയുക, വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ, പിന്നെ പാർട്സ് അവൈലബിൾ ആണ്, എവിടെ ചെന്നാലും സർവീസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഹോണ്ട ഇങ്ങനെ ഹിറ്റടിച്ച് നിൽക്കുന്നത്. ഏതോ വഴിയിൽ വന്നു. അപ്പം സസ്പെൻഷനൊക്കെ മികച്ചതാണ്. ഓടിക്കുന്ന സമയത്ത് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടറുള്ള റോഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. മീൻസ് ഭയങ്കര സോഫ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്ത നല്ല സസ്പെൻഷൻ തന്നെയാണ്. അത്യാവശ്യം എന്താ പറയുക, ചെറിയ ചാട്ടമൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം നല്ല സുഖത്തിലാണ് ഞാൻ പോകുന്നത്. പിന്നെ എന്താ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യം നോക്കുമ്പോൾ നല്ല ബൈറ്റ് ഉണ്ട്, ചാടി പിടിക്കുന്നുണ്ട്. ഭയങ്കര സ്മൂത്തായിട്ട് അങ്ങനെ നിൽക്കുന്ന ബ്രേക്കൊന്നുമല്ല, പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട് സാധനം. എന്താണെങ്കിലും ഫ്രണ്ട് ബ്രേക്ക് കുഴപ്പമില്ല, നല്ല ബൈറ്റ് ഉണ്ട്. ഒന്ന് വെച്ച് സ്പീഡിൽ കൊടുത്തിട്ട് ഒന്ന് പിടിച്ച് നോക്കാം. ഉണ്ട്, പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇച്ചിരി പൊടിയും മണലൊക്കെ ഉള്ളിടത്ത് ചാടി പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ല ബൈറ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ട് ബ്രേക്ക്. ഡ്രം ഓൾവേസ് ഡ്രം തന്നെ, ബാക്ക് പിടിച്ചാലും ഡ്രം എങ്ങനെയാണോ അതുപോലെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഇതുണ്ടോ, ലാഗുണ്ട് കേട്ടോ. വണ്ടി ഒന്ന് ബ്രേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്പീഡ് കയറി വരാൻ ഒരു ലാഗുണ്ട്. പക്ഷേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിയാണ്. അതായത് ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല, പറഞ്ഞാൽ ലീനിയറായിട്ട് ആവശ്യത്തിന് പവറും ആവശ്യത്തിന് മൈലേജും സമാസമം എന്താ പറയുക, അരച്ച് കലക്കി തരുന്ന ഒരു ഫാമിലി വണ്ടി, അല്ലെങ്കിൽ ഒരു ഫാമിലി സ്കൂട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ലുക്കൊക്കെ തരുന്ന ഒരു സ്കൂട്ടർ. മീൻസ് ഒരു 2 വാൽവ് എഞ്ചിനാണ്, അതുകൊണ്ട് വലിയ മാരക പവറൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം പവറുണ്ട്, എന്നാൽ പവറില്ലെന്നല്ല, ഒരു 125 cc പവറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു മിഡ് റേഞ്ചിലാണ് വണ്ടിയുടെ പവറും കാര്യങ്ങളും. പിന്നെ 50-55 മൈലേജ് ഉണ്ട്. ഇപ്പോൾ അതിൽ 55 മൈലേജ് കാണിക്കുന്നുണ്ട്.
പിന്നെ എന്താ പറയുക 60 കമ്പനി പറയുന്നത്. എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രധാന കാര്യങ്ങൾ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആക്റ്റീവ തിങ്സ്. കാരണം പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വണ്ടി തന്നെയാണ് ആക്റ്റീവ. അതുകൊണ്ട് ആക്റ്റീവയെ പറ്റി അധികം വാചാലമാകേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഫീച്ചറും കാര്യങ്ങളൊന്നുമല്ല. ആക്റ്റീവയുടെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ആക്റ്റീവ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഹോണ്ടയുടെ എൻജിൻ, അല്ലെങ്കിൽ ഹോണ്ടയുടെ ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ തന്നെ ഉള്ളൂ. കാരണം എന്ത് പറഞ്ഞാലും ആക്റ്റീവ തന്നെയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത് മുന്നേ ഒന്ന് പറഞ്ഞ കാര്യമാണ്, വീണ്ടും പറയുകയാണ്. എത്ര പറഞ്ഞാലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇത്തവണയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് സെറ്റപ്പാക്കി വിടാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനൊരു ഭാഗം കൂടെ കൂട്ടിച്ചേർക്കുന്നത്. നിങ്ങൾ ഒന്ന് ഫുള്ള് കാണണം. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആ പോലീസ് വണ്ടി കണ്ടപ്പോൾ യൂ ടേൺ എടുത്തു, നിങ്ങൾ കണ്ടാണ്. ഇപ്പം കാണുന്നവർ ഓർക്കുമായിരിക്കും നമ്മൾ പോലീസ് കൈ നീട്ടിയാൽ നിർത്തണം, അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തണം, നമ്മൾ അവിടെ കൊണ്ടുപോയി അവരുടെ ഫ്രണ്ടിൽ നിർത്തി കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞ് നമ്മളെ വെറുതെ വിടും എന്നൊക്കെ പറയുന്നത് സത്യമാണ്. ഞാനും അത് അങ്ങനെ പറയുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ അങ്ങനെ കാണിച്ചപ്പോൾ പലരും ഓർക്കും ഇവൻ എന്താണ് ഈ രണ്ട്, എൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഓർക്കും. അപ്പം അതിൻ്റെ മെയിൻ കാര്യമുണ്ട്. ഒന്ന് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ ഈ ക്യാമറ വെച്ച് വണ്ടി ഓടിച്ചത് ചിലപ്പം പെറ്റി ചിലപ്പം 10,000 ആയിരിക്കും. എൻ്റെ ഇപ്പോൾ അത് നോക്കാനില്ല. പിന്നത്തെ കേസ് എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ ഒരു പെറ്റി അടയ്ക്കാൻ കിടപ്പുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടിട്ട് പറയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെറ്റി എനിക്ക് വന്നത് അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനാണ്. അലക്ഷ്യമായിട്ട് ഞാൻ എങ്ങനെയാണ് വാഹനം ഓടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പ്ലാറ്റിന ബൈക്കിൽ എല്ലാ പേപ്പറുകളും, ഇൻഷുറൻസ് എല്ലാ പേപ്പറുകളും ഉള്ള ബൈക്കിൽ ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ ഡെലിവറി ബോയ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലും മഴയെല്ലാം നനഞ്ഞ് പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ പേപ്പറും കാര്യങ്ങളൊന്നും എടുത്ത് നമ്മളെല്ലാം ഫോണിലാണ് കയറ്റിയിടുന്നത്. അതിന് അംഗീകരിച്ച ആപ്പുകളും ഉണ്ട്, ഡിജി ലോക്കറുണ്ട്, അതുപോലെ എംപരിവാഹനിലൊക്കെ നമുക്ക് എല്ലാ ഡേറ്റാസും ഇടാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ രാവിലെ പോകുന്നു, നമ്മളെ കൈ നീട്ടുന്നു, എന്നോട് ചോദിക്കുന്നു വണ്ടിയുടെ പേപ്പർ എവിടെ? ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കൈ പേപ്പർ ആയിട്ടില്ല, എൻ്റെ ഫോണിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ സാറിന് പേപ്പർ തന്നെ കാണണം. അതിന് പുള്ളി എന്ത് ചെയ്തു? നൈസായിട്ട് ഒരു പെറ്റി അങ്ങ് അടിച്ചു തന്നു. ആ പെറ്റിയാണ് അലക്ഷ്യമായി വാഹനം ഓടിച്ചു. ഇത് നമ്മളെങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ഇത് അടക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആരോടും ചോദിക്കുമല്ലോ ഇതെന്താ കേസ്, ഇതിൻ്റെ വകുപ്പ് എന്താന്ന്. അങ്ങനെയാണ് എനിക്ക് ആ ഒരു സാധനം കിട്ടുന്നത്, അലക്ഷ്യമായി. അപ്പോൾ എന്താണ് അലക്ഷ്യമായി വാഹനം ഓടിച്ചത്? എൻ്റെ വണ്ടിയുടെ പേപ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു, ഫോണിൽ കാണിക്കാമെന്ന് പറഞ്ഞു, കാണിച്ചില്ല. പുള്ളി കണ്ടില്ല, പുള്ളിക്ക് ഒറിജിനൽ പേപ്പറുകൾ കാണണമെന്ന് പറഞ്ഞു. അതാണ് അലക്ഷ്യമായി വാഹനം ഓടിച്ചത്. അത് പോട്ടെ, എന്തെങ്കിലും ആട്ടെ. ഈ പെറ്റി അടയ്ക്കാൻ വേണ്ടി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കോടതിയിൽ ഭയങ്കര തിരക്കാണ്. അപ്പം ജോലിയുണ്ട്. അപ്പം ഗുമസ്ത പറയുകയാണ്, ഒരു ഗുമസ്ത വരുവാണ്. പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ പെറ്റി അടയ്ക്കാൻ പോകണേ ഉച്ച കഴിഞ്ഞാലും പരിപാടി നടക്കത്തില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്, നമ്മുടെ കയ്യിൽ തന്നാൽ അത് നമ്മൾ അടച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. നമ്മുടെ നമ്പറൊക്കെ വാങ്ങിച്ചു. നമ്മൾ എന്നിട്ട് പുള്ളിക്കാരുടെ കയ്യിൽ പൈസയും കൊടുത്തു. അപ്പോൾ 500 രൂപയുടെ കേസെങ്ങാണ്ടേ ഉള്ളൂ. നമുക്കിത് അറിയത്തില്ല. നമ്മൾ ചോദിക്കുമ്പം അവർ കൊടിയ കേസാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ സാധനത്തിന് അവർ 1200 രൂപ എങ്ങാണ്ട് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു. ഞാൻ കൊടുത്തിട്ട് പോകുന്നു. എല്ലാം ഓക്കെ അല്ലേ ചോദിച്ചു. ഓക്കെ ആണെന്നും പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ എന്നെ ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് പറയാണ് താങ്കളുടെ പേരിൽ ഒരു കേസുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? ഞാനങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ പേരിൽ നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ ഒരു ഒന്നുമില്ലല്ലോ, എന്താണ് സാറേ ചോദിച്ചു. അപ്പോൾ പുള്ളി പറയാണ് ഇന്ന പോലെ ഒരു പെറ്റി അടയ്ക്കാൻ കിടപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അത് പൈസ കൊടുത്തുള്ളൂ. എന്നും പറഞ്ഞു ആ പുള്ളിക്കാരി അത് അടച്ചിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നു? ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇതുകൂട്ട് കാര്യങ്ങളൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് പറയാം. അതുകൊണ്ട് അത്യാവശ്യത്തിന് വായുഗുളിക വാങ്ങിക്കാൻ പോകുന്ന ചേട്ടനാണ് കേട്ടോ പോകുന്നത് കേട്ടോ. ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നവരൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുന്നവരൊന്നും പോലീസ് പിടിക്കത്തില്ല. നമ്മളെല്ലാം ക്യാമറയൊക്കെ വെച്ച് ചെറിയ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പോകുകയാണെങ്കിൽ നമ്മളെ പിടിക്കും. ഈ സാധനങ്ങൾ അതുപോലെ വണ്ടി മോഡിഫൈ ചെയ്താൽ പിടിക്കും. സാധനങ്ങളൊക്കെ കടയിൽ വിൽക്കാം, അത് വാങ്ങിക്കാം, പക്ഷേ അത് പിടിപ്പിക്കാൻ പാടില്ല. ഇത് ഈ നാട്ടിലെ ഒരു കുഴപ്പമാണ്. ഈ നാട്ടിലെ ഒരുമാതിരി എന്താ പറയുക, അവിടെ ഇവിടെ ഇല്ലാത്ത നിയമവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പിള്ളേരൊന്നും നിൽക്കാൻ താല്പര്യപ്പെടാത്തത്. ഇന്നത്തെ കാലത്ത് കണ്ടില്ല എല്ലാവരും UK കാനഡയ്ക്കോ. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ വരും കാലങ്ങളിൽ ഇവിടെ ഒരു എന്താ പറയുക യുവജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ആൾക്കാരൊന്നും ഇവിടെ കാണാൻ ചാൻസേ ഇല്ല. എല്ലാവരും വെളിയിലോട്ട് പോകും. കാരണം ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഇവിടെ ജീവിക്കാനേ വരും. ഇവിടെ പല നിയമമാണ്, പല രീതിയാണ്, പലർക്കും പല ഇതാണ്. അല്ലാതെ ഒരു നിയമം ഒരേപോലെ ഒന്നും അല്ല. ഇനി അപ്പുറത്തും പോലീസ് കാണും. അതുകൊണ്ട് ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല. അപ്പം ബൈ ബൈ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഷോറൂമിൻ്റെ വാതിക്കലെത്തി, വണ്ടി നിർത്തുകയാണ്. ടാറ്റ ബൈ ബൈ.